ഈ വിഷയം നമ്മൾ വളരെ വിശദമായി പഠിക്കുകയുണ്ടായി. അത് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വീണ്ടും കേട്ടാൽ എല്ലാ വിധത്തിലും അനുഗ്രഹത്തിന് കാരണമാകും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ അവസാനമായി ചിന്തിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. ആത്മാവിനാൽ നിറയപ്പെടണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആത്മനിറവിൻ്റെ ജീവിതമാണ് ഒരു വിശുദ്ധ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമെന്ന് നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ അതോട് ചേർത്ത് പഠിച്ചു, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഗ്രീഫ് നോട്ട് ദ സ്പിരിറ്റ്. നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ ദുഃഖിപ്പിക്കാൻ പാടില്ല. രണ്ടുപേർ ഒന്നിച്ചെങ്കിലേ ഒന്നിച്ച് നടക്കാൻ കഴിയുള്ളൂ. ആത്മാവിൻ്റെ സ്വഭാവം വിശുദ്ധിയാണ്. ആത്മാവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് വിരുദ്ധമായത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളിൽ വസിക്കുന്ന ആത്മാവ് ദുഃഖിക്കും എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. രണ്ട്, ആത്മാവിനെ കെടുത്തിക്കളയരുത്. ജ്വലിച്ചു പ്രകാശിപ്പാൻ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് കൊതിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് കത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മാവിൽ എരിവുള്ളവരായി, ബേണിംഗ് ഇൻ ദ സ്പിരിറ്റ്, ദൈവത്തെ സേവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മാവിൽ ആ നെഗറ്റീവായിട്ട് വരുന്നത് അത് പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയും അല്ലെങ്കിൽ എന്നുള്ളതും കണ്ടു. അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് അതിനെ നമ്മൾ 1-2 ക്ലാസ്സുകൾ പഠിക്കുകയുണ്ടായി. നമ്മൾ ഇത് രണ്ടും നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ കെടുത്തരുത്. ഇത് രണ്ടും ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ആത്മാവിനോടുള്ള ബന്ധത്തിൽ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു പരിശുദ്ധാത്മാവ് നേരെ വിശ്വാസിക്ക് പാപം ചെയ്യാം. ഈ 2 തലക്കെട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ചിന്തിച്ച ഏതാണ്ട് എല്ലാ പാപങ്ങളും, എന്ത് പാപം നമ്മൾ എടുത്താലും ഈ 2 കാര്യത്തിൻ്റെ കീഴിൽ വരും. ഒന്നുകിൽ ആത്മാവിൻ്റെ ദിവ്യ സ്വഭാവത്തിനും വിരുദ്ധമായ കാര്യം, അല്ലെങ്കിൽ ആത്മാവ് നമ്മളെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനോട് നോ എന്ന് പറയുക. അത് പാടില്ല എന്നുള്ളത് കണ്ടു. വിശ്വാസികൾക്ക് അങ്ങനെ ആത്മാവിനോട് പാപം ചെയ്യാനായിട്ട് കഴിയും. ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കും, നമുക്ക് അതിൽ നിന്ന് വിടുതലും കിട്ടും. എന്നാൽ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്. അതാണ് ഇന്ന് എടുക്കുന്നത്. അതുകൂടെ എടുത്ത് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. 1-2 ക്ലാസ് കൊണ്ട് വേണേൽ അത് എടുക്കാം. പക്ഷേ ഞാൻ ഇന്നുകൊണ്ട് അത് തീർക്കാം. അടുത്ത ദിവസം വേറെ ഒരു സബ്ജക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്താണ് ഈ പോസിറ്റീവായ ആസ്പെക്റ്റ്? ആത്മാവിനെ കെടുത്തരുത്, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ളത് രണ്ടും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റാണ്. ചെയ്യരുത്. എന്നാൽ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്. ആ പോസിറ്റീവ് ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നമുക്ക് അതിൽ അനേക വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും പ്രാധാന്യതയുള്ള വാക്യം നമ്മൾ ഗലാത്യലേഖനം 5-ാം അധ്യായം എടുത്താട്ടെ. നമുക്കവിടെ നിന്ന് വായിക്കാം. നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒരു വിശുദ്ധ ജീവിതം എങ്ങനെ നയിക്കാം. ഈ വിശുദ്ധ ജീവിതം എങ്ങനെ നയിക്കാമെന്നുള്ളതിൻ്റെ ആത്മാവിനോടുള്ള ബന്ധത്തിൽ പോസിറ്റീവായിട്ടുള്ള ഏറ്റവും പ്രാധാന്യത അർഹിക്കുന്ന ഒരു വാക്യം ഗലാത്യലേഖനം 5:16 ഗലാത്യർ 5:16 എന്താ വായിക്കുന്നത്? ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ക്രിയാത്മകമായി പോസിറ്റീവായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എന്താണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇന്നത്തെ പഠനം ആ വിഷയമാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു വാക്ക് ഇൻ ദ സ്പിരിറ്റ്? ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആശയം? ഈ വാക്യം നന്നായി ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ഐ സേ ദെൻ വാക്ക് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് യു ഷാൽ നോട്ട് ഫുൾഫിൽ ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കില്ല. എന്നാൽ അതിൻ്റെ ഒരു ബെറ്റർ റെൻഡറിങ്, ഒരു നന്നായി ഭാഷാന്തരം ചെയ്തത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് പറയാം. ദിസ് ഐ സേ ദെൻ ബൈ മീൻസ് ഓഫ് ദ സ്പിരിറ്റ് ബി വാക്കിംഗ് ആൻഡ് യു ഷാൽ നോട്ട് ഫുൾഫിൽ ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. ഞാനത് ഒന്നുകൂടെ ഒന്ന് വായിക്കട്ടെ. അത് വളരെ
നല്ല ഒരു റെൻഡറിങ് അല്ലെങ്കിൽ ഒരു ഭാഷാന്തരമായിട്ട് എനിക്ക് തോന്നി. ദിസ് ഐ സേ ദെൻ ബൈ മീൻസ് ഓഫ് ദ സ്പിരിറ്റ്, ബൈ മീൻസ് ഓഫ് ദ സ്പിരിറ്റ് ബി വാക്കിംഗ് ആൻഡ് ഈ ഷാൽ നോട്ട് ഫുൾഫിൽ ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. ഇവിടെ പറഞ്ഞു നോക്കിയാട്ടെ, വാക്ക് ബൈ ദ മീൻസ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിനാൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രേരണയാൽ ആത്മാവിനാൽ നടക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തി നിർവഹിക്കില്ല. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ വി നീഡ് ടു വാക്ക് ബൈ മീൻസ് ഓഫ് ദ സ്പിരിറ്റ്. ഇതിനൊരു ആശയമുണ്ട്, അർത്ഥമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന് സ്വന്തമായ ഒരു ശക്തിയില്ല. ഹി ഡോണ്ട് ഹാവ് ഓൺ പവർ. അതുകൊണ്ടാണ് നമ്മൾ റോമലേഖനം 8-ാം അധ്യായത്തിൽ പഠിച്ചതാണ്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ ഇതലിൽ ദൈവം ആദ്യം തന്ന ദാനം പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒരു വിശ്വാസിക്ക് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കാൻ നിവൃത്തിയില്ല, സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വാക്ക് ബൈ ദ മീൻസ് ഓഫ് ദ സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവിനാൽ നടക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളിൽ ശക്തിയില്ല. പിന്നെ എങ്ങനെയാണ്? ദ വാക്കിംഗ് വിൽ ബി ഡൺ ബൈ ദ സ്പിരിറ്റ്. ആത്മാവ് നടക്കുകയാണ്, നമ്മള് ആത്മാവിനോട് ചേർന്ന് നടക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ സ്പിരിറ്റ് വിൽ ഡു ദ വാക്കിംഗ് ഇൻ ദ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ വാക്യം നമ്മൾ വളരെ പ്രാധാന്യത അർഹിക്കുന്നതുകൊണ്ട് ഞാനത് അല്പം വിശദമായിട്ടെടുക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഈ വിധമായ ജീവിതത്തിനുള്ള ശക്തിയില്ല. പക്ഷെ എടുത്ത് പറഞ്ഞു തന്നെ, യു വാക്ക് ബൈ ദ മീൻസ് ഓഫ് ദ സ്പിരിറ്റ്. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിനെ തന്നിട്ടുണ്ട്, ഈ ആത്മാവിന്റെ മീൻസിനാൽ നടക്കണം. ഇറ്റ് ഈസ് റിവീൽഡ് ദാറ്റ് ദ സ്പിരിറ്റ് വിൽ ഡു ദ വാക്കിംഗ് ഫോർ ദ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി, ഒരു വിശ്വാസിക്ക് വേണ്ടി ആത്മാവ് നടന്നുകൊള്ളും. അങ്ങനെയൊക്കെയാണോ? നോക്കാം, അങ്ങനെയാണോ നോക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? വാട്ട് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി? നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ ഓൾ ഡിപ്പെൻഡൻസ് അപ്പോൺ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. നമ്മൾ പൂർണ്ണമായി ആത്മാവിൽ അങ്ങ് ആശ്രയിക്കുകയാണ്. ആത്മാവിൻ്റെ ശക്തിയിലും ആത്മാവിൻ്റെ കഴിവിലും നമ്മളങ്ങ് ആശ്രയിക്കുകയാണ്. നമ്മളിൽ അത് നിർവഹിച്ചോളും, ആത്മാവ് നിർവഹിച്ചോളും. ഇതോട് ചേർത്ത് അതേ അധ്യായത്തിന്റെ 18-ാം വാക്യം നോക്കിയാട്ടെ. അതേ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ആ വാക്യം ഞാൻ ഓർക്കുകയായിരുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ അത് അല്പം കൂടെ വിഭിന്നമാണെന്ന് തോന്നും. ഇംഗ്ലീഷിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ബട്ട് ഇഫ് യു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്, ഇഫ് യു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്, we are not leading the spirit, but the spirit is leading us. ആ വാക്യം നോക്കിയേ. ആ 18-ാം വാക്യം മലയാളത്തിനെക്കാട്ടിൽ നമുക്ക് ആശയം സ്പഷ്ടമാക്കി തരുന്നു ഇംഗ്ലീഷ് വിവർത്തനം. ഇംഗ്ലീഷ് വിവർത്തനത്തിൽ പറയുന്നത് ഇഫ് യു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്. ഇവിടെ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ആത്മാവിനെ നയിക്കുകയോ ആത്മാവിനെ നമ്മൾ നിയന്ത്രിക്കുകയോ ചെയ്യല്ല. ദ ലീഡിങ് ഈസ് ഡൺ ബൈ ദ സ്പിരിറ്റ്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ചിന്തിച്ചത്, ദിസ് ഐ സേ യു വാക്ക് ബൈ ദ മീൻസ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവ് നടന്നുകൊള്ളും, ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. നമ്മൾ പൂർണ്ണ ആശ്രയം, ഡിപ്പെൻഡൻസ് ആത്മാവിൽ നൽകുക. ട്രൂ സ്പിരിച്വാലിറ്റി, യഥാർത്ഥമായ ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നത് ദ അൺബ്രോക്കൺ റിലയൻസ് ഓൺ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ലംഘിക്കാത്ത, മുറിഞ്ഞു പോകാത്ത ഡിപ്പെൻഡൻസ് ഓൺ ദ സ്പിരിറ്റ്. അവൻ ചെയ്യുവാൻ കടന്നു വന്നത് അവൻ ചെയ്തുകൊള്ളും. നമ്മുടെ ജോലി നമ്മളെ ആശ്രയിക്കുക എന്നുള്ളതാണ്. നമ്മൾ നോക്കുക, ഇതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രൊവിഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, യോഹന്നാൻ 14:16 നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് നമ്മൾ കണ്ടു. ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. സോർമാരെ, അവർ ഒറ്റ വാക്യം മതി ഇത് മനസ്സിലാക്കാൻ. നമ്മൾ കണ്ടു, കാര്യസ്ഥൻ എന്ന വാക്കിന്റെ അർത്ഥം പരാക്ലീറ്റോസ്. പരാക്ലീറ്റോസ് എന്ന വാക്ക്
രണ്ട് ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നതാണ്, പാര ആൻഡ് ക്ലിയോ. പാര എന്ന വാക്കിന്റെ അർത്ഥം ചേർന്ന് നിൽക്കുക. ക്ലിയോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വിളിക്കപ്പെട്ടവൻ. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ നോക്കിയേ, നമ്മളെ സഹായിപ്പാൻ ചേർന്ന് നിൽക്കുകയാണ്. He is called to be along with us. ഭാര്യമാരെ കുറിച്ച് പറയുന്നുണ്ട്, ഭർത്താവിനൊരു തക്ക തുണ, ചേർന്ന് നിൽക്കാൻ. പരിശുദ്ധാത്മാവ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, തൃത്വത്തിൽ മൂന്നാമനാണ് പരിശുദ്ധാത്മാവാണ്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, he has been called. അവനെ ദൈവം അയച്ചത് നമ്മോട് ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. നമ്മുടെ ജോലി എന്താണ്? ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. യു കനോട്ട് ലിവ് യുവർ ക്രിസ്ത്യൻ ലൈഫ്. നിങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധ ജീവിതം നയിപ്പാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഉന്നത നിലവാരം പുലർത്താൻ നമുക്ക് കഴിയില്ല. വി കനോട്ട് ഡു ഇറ്റ്, ബട്ട് ദാറ്റ് വിൽ ബി ഡൺ ബൈ ദ സ്പിരിറ്റ്. അത് ആത്മാവ് നടത്തും. നമ്മുടെ ജോലി ഈ സ്പിരിറ്റിൽ ഡിപ്പെൻഡ് ചെയ്യുക, ആത്മാവിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ പലപ്പോഴും ജോലിക്കാരെ എൻഗേജ് ചെയ്യാറുണ്ട്. ഞാൻ ഓർത്തു, ഞാൻ നിങ്ങൾക്ക് എപ്പോഴും സൂം മീറ്റിംഗ് എടുക്കുന്നു. ചിലപ്പോൾ ഈ ലാപ്ടോപ്പിന് ചില പ്രശ്നങ്ങൾ വരും. എനിക്ക് നന്നാക്കാൻ അറിഞ്ഞുകൂടാ. ഐ ഡോ നോ, എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ABCD ബേസിക് പോലും എനിക്കറിയില്ല. ഞാനൊരാളെ എൻഗേജ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഹാർഡ്വെയറിൻ്റെ എക്സ്പെർട്ടായിട്ടുള്ള ഒരാളെ എനിക്കറിയാം. ഈസ് എ ബിലീവർ. ഞാൻ അദ്ദേഹത്തെ എൻഗേജ് ചെയ്യും, ഞാൻ അദ്ദേഹത്തെ വിളിക്കും, അദ്ദേഹം വന്ന് ആ ജോലിയൊക്കെ ചെയ്തു തരും. ഞാൻ അദ്ദേഹത്തിൽ റിലേ ചെയ്യുകയാണ്, അദ്ദേഹത്തിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുകയാണ് എൻ്റെ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്ത് തരാൻ. ഇതേപോലെ തന്നെയാണ് എൻ്റെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി, എൻ്റെ ഉന്നതമായ ആ വിളിക്ക് വേണ്ടി എനിക്ക് പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യാതെ, കാരണം ഐ കനോട്ട് ഡു ഇറ്റ്, എനിക്ക് റിപ്പയറിംഗ് നടത്താൻ അറിയില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് മൈ എബിലിറ്റി. എൻ്റെ കഴിവിന് അതീതമാണ്. പക്ഷേ അതറിയാവുന്ന ഒരു എക്സ്പേർട്ട് എൻ്റെ അടുക്കൽ വന്ന് അത് ചെയ്തു തരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൽ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൽ റിലേ ചെയ്യുന്ന പോലെ എന്നെ ഉന്നതമായ ഒരു വിശുദ്ധ ജീവിതത്തിന് വിളിച്ചു ദൈവം. ആത്മാവ് അത് നടത്തിത്തരും. And he is able to do it. എന്നാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കുക, ഇത് രക്ഷിക്കപ്പെടാനായി നമ്മൾ വിശ്വസിച്ചു. വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേ പ്രിൻസിപ്പിൾ ക്രിസ്ത്യ ജീവിതത്തിൽ വേണം. ക്രിസ്ത്യ ജീവിതത്തിലെ പ്രിൻസിപ്പിൾ എന്താണ്? ഡെയിലി ലൈഫിൽ ഈ അൺബ്രോക്കൺ വിക്ടറിക്ക് വേണ്ടി ഈ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം. ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിക്കണം. ഞാൻ ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം വായിച്ചു. എനിക്ക് ട്രെയിൻ ഓടിക്കുന്ന 1-2 പേരെ അറിയാം. ആന്ധ്രയിലുള്ള ഒരു സഹോദരനെയും അറിയാം. കേരളത്തിൽ ഉണ്ടായിരുന്നൊരു സഹോദരൻ ഇപ്പോൾ റിട്ടയറായി. അദ്ദേഹം വിവാഹം കഴിച്ചത് എനിക്കൊരു ഡിസ്റ്റന്റ് റിലേഷൻ ആണ്. ലോക്കോമോട്ടീവ് ഡ്രൈവർ അല്ലെങ്കിൽ ട്രെയിൻ ഡ്രൈവർ. നമുക്കറിയാം ട്രെയിനിൻ്റെ ഭാരം എന്തും മാത്രമാണ്. ഈ ട്രെയിൻ ഡ്രൈവർ ലോക്കോമോട്ടീവ് പൈലറ്റ് എന്നാണ് അവരെ പറയുന്നത്. ഈ ലോക്കോമോട്ടീവ് പൈലറ്റ് അല്ലെങ്കിൽ ഡ്രൈവർ രാവിലെ വന്ന് ട്രെയിൻ ഓടിക്കാൻ വന്നതാ. അദ്ദേഹം വന്ന് ഈ ട്രെയിൻ തെള്ളിയാൽ എത്ര മുന്നോട്ട് പോകും? ആ ട്രെയിൻ അനങ്ങത്തില്ല. അദ്ദേഹത്തെ ട്രെയിൻ തെള്ളാനല്ല വിളിച്ചത്. അദ്ദേഹത്തെ വിളിച്ചത് എന്തിനാണ്? ആ ട്രെയിനിന്റെ എഞ്ചിന്റെ ടോട്ടലിൽ കയറിയിരുന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നയിക്കാനാണ്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഗോഡ് വാണ്ട് ഫ്രം us. നമ്മൾ ഈ ട്രെയിനൊന്നും തെള്ളേണ്ട ആവശ്യമില്ല. നമ്മളെ തെള്ളിയാ മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ ഒക്കില്ല. നമ്മളോട് ആവശ്യപ്പെട്ടത് ഈ പരിശുദ്ധാത്മാവിൽ ഡിപ്പെൻഡ് ചെയ്യുക. അത് ബുദ്ധി കൊണ്ട് പലപ്പോഴും സാധിക്കില്ല. നമ്മൾ വിശ്വാസത്താൽ അത് ചെയ്യണം. നമ്മൾ ഓർക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അതിൻ്റെ ഭാഷാന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈ മീൻസ് ഓഫ് ദ സ്പിരിറ്റ് ബി വാക്കിംഗ്. By means of the Spirit. The Spirit will do the walking and we only need to depend on it. എന്തുകൊണ്ടാണ് ഈ ആത്മാവിനെ ഇങ്ങനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? എന്തിനാണ് ദൈവം ഈ ആത്മാവിനെ ഈ വിധത്തിൽ നമുക്ക് നൽകിയത്?
അതിന് 3 കാരണങ്ങളുണ്ട്. There are 3 reasons. There are 3 causes or reasons why God has sent the Spirit in this way to help us. എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മിക വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന 3 ശക്തികൾ നമ്മളിലുണ്ട്. There are 3 things that hinders our spiritual growth. ഒന്ന്, ലോകം, വേൾഡ്, നമ്മൾ ജീവിക്കുന്ന ലോകം, അല്ലെങ്കിൽ സ്വർഗീയ ഹെവൻലി സ്റ്റാൻഡേർഡിന് എപ്പോഴും എതിരായി നിൽക്കുന്നു വേൾഡ് സ്റ്റാൻഡേർഡ്. നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. ലോകത്തിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് സ്വർഗീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. 2, ഒരു വിശ്വാസിയുടെ ഉള്ളില് ജഡമുണ്ട്. ആത്മാവിന്റെ ചിന്തയും ജഡത്തിന്റെ ചിന്തയും തമ്മിൽ പോരാട്ടമാണ്. ഈ ജഡം നമ്മളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ആത്മാവിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് വിജയം കിട്ടത്തില്ല, പരാജയപ്പെട്ടു പോകും. 3, സാത്താൻ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. സഭയ്ക്ക് ആദ്യ തൊട്ട് എതിരായി നിൽക്കുന്ന വലിയൊരു ശക്തിയാണ് ഈ സാത്താന്റെ ശക്തി. ഈ 3 കാരണങ്ങൾ കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. 1, ലോകം നമ്മുടെ എതിരായി പ്രവർത്തിക്കുന്നു. ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ വേൾഡ് is different with the standard of the heavenly people. സ്വർഗീയ ജനത്തിന്റെ സ്റ്റാൻഡേർഡും ലോകത്തിന്റെ സ്റ്റാൻഡേർഡും തമ്മിൽ വലിയ വ്യത്യാസമാണ്. നമ്മളെ അവിടെ നിന്ന് വിടുവിച്ചത് കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, നമ്മളെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു. ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴുള്ള ദുഷ്ടലോകത്തെ നമ്മളെ വിടുവിക്കേണ്ടതിനാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചത്. സംഹാരദൂതന്റെ അവഞ്ച് അല്ലെങ്കിൽ അവന്റെ വാളിൽ നിന്ന് മാത്രം വിടുവിക്കാനല്ല ഈ കുഞ്ഞാടിനെ അറുത്തത്. കുഞ്ഞാടിന്റെ ചോര സംഹാരദൂതനിൽ നിന്ന് വിടുതൽ തരുമ്പോൾ തന്നെ ആ ഈജിപ്തിൽ നിന്നും അവർക്ക് വിടുതൽ കൊടുത്തു. നമ്മുടെ കർത്താവിന്റെ മരണം നമ്മളെ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ചു. 2, ജഡം, നമ്മളിൽ വസിക്കുന്ന ജഡം. കർത്താവിന്റെ മടങ്ങിവരവിൽ മാത്രമേ നമുക്ക് ആ രൂപാന്തരം കിട്ടുന്നുള്ളൂ. അന്ന് വരെ നമ്മുടെ ഉള്ളിലുള്ള ജഡം നമുക്ക് എതിരാണ്. 3, പൈശാചികൻ സാത്താൻ. വലിയ പോരാട്ടം, വലിയ എതിർപ്പുകൾ. ഈ 3 കാരണങ്ങളാൽ we need to depend upon the Spirit, or the Spirit will do the walking. We need to depend upon the Spirit. നമുക്ക് നോക്കാം. 1, ലോകവും ഈ ജഡവും. നമ്മൾ ഓർക്കണം, സ്വർഗീയമായ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ നമുക്ക് നിർവഹിക്കാൻ നിവൃത്തിയില്ല. ഓരോ യുഗങ്ങൾ, കഴിഞ്ഞ യുഗങ്ങളൊക്കെ നമുക്കറിയാം. ഈ ഓരോ യുഗങ്ങളിലും ദൈവം ചില പ്രമാണങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിന് കൊടുത്തു ന്യായപ്രമാണം. അവർ ന്യായപ്രമാണം അനുസരിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ അവിടെയുമുണ്ട് ദൈവത്തിൻ്റെ ചില സ്റ്റാൻഡേർഡുകൾ. എന്നാൽ നമ്മൾ ഓർക്കണം, ഈ ന്യായപ്രമാണത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകി. ഞാൻ 1-2 വാക്യമൊന്നും എടുത്തോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എടുക്കുമ്പോൾ നമ്മുടെ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല. അത് യഹൂദന് കൊടുത്ത പ്രമാണമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ന്യായപ്രമാണം മോശ യഹൂദന് കൊടുത്തു സീനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച്. നമുക്ക് കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വരികയാണ്. വീണ്ടും നമുക്ക് നോക്കാം, റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അടിസ്ഥാനപരമായി നമ്മളിത് ചിന്തിച്ചിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുകയാണ്. റോമലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, റോമൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 14 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കാണ് അധീനരായിരിക്കുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല.
നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കാണ് അധീനർ. ന്യായപ്രമാണം മോശമുഖാന്തരമാണ് വന്നത്, എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല അധീനർ. ന്യായപ്രമാണം പഴയ നിയമത്തിലെ യഹൂദന് കൊടുത്തതാണ്. നിങ്ങൾ കൃപയ്ക്കാണ് അധീനരായിരിക്കുന്നത്. വീണ്ടും നമുക്ക് നോക്കാം, ഗലാത്യർ 5:18 നോക്കിയാട്ടെ. നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഗലാത്യ ലേഖനം 5:18 വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരല്ല. എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ആത്മാവ് ഇറങ്ങി വന്നു, നമ്മളെ നയിക്കാൻ കടന്നു വന്നു. നമ്മൾ ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, അനുസരിക്കുമ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല. എത്രയോ വാക്യമാണ് പറയുന്നത് നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. അപ്പോൾ പഴയ നിയമ കാലഘട്ടങ്ങളിൽ യഹൂദന് ദൈവം കൊടുത്ത പ്രമാണത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചിരിക്കുകയാണ്. ഇനി 1000 ആണ്ട് വാഴ്ചയില് മശിഹാസ് കിങ്ഡം, ആ ക്രിസ്തുവിന്റെ രാജ്യത്തില് അവിടെയും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡും അല്ല നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്തുവാ? പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് നമ്മൾ ഓർക്കണം, നമ്മളെ സ്വർഗീയ പൗരന്മാരാക്കി തീർത്തു. വി ആർ ബീൻ ഗിവൺ എ ഹെവൻലി പൊസിഷൻ. വാക്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകട്ടെ. നിങ്ങളെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല. കൊലോസ്യ ലേഖനം 3. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തുള്ളത് ചിന്തിക്കണം. ഫിലിപ്പ് ലേഖനം, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ സിറ്റിസൺഷിപ്പ് മാറ്റി. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു, ശത്രുവാഴുന്ന ലോകത്തിൽ ജീവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മുടെ സ്റ്റാൻഡേർഡ് വേറെയാണ്. നമ്മളെ സ്വർഗീയ പൗരന്മാരാക്കി, നമ്മളെ സ്വർഗതലത്തിൽ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളിവിടെ അന്യന്മാരും പരദേശികളുമായി. ഇംഗ്ലീഷിൽ വായിച്ചാൽ വി ഹാവ് ബിക്കം പിൽഗ്രിംസ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്. ഹു ഈസ് എ പിൽഗ്രിം? ആരാണ് ഒരു പിൽഗ്രിം? പിൽഗ്രിം എന്ന് പറയുന്ന ആള് ഒരു മോക്ഷയാത്രയിൽ യാത്ര ചെയ്യുകയാണ്. അവനൊരു ലക്ഷ്യമുണ്ട്. സ്ട്രേഞ്ചർ, അവൻ ഇവിടെ ആണെങ്കിലും ഇവിടെ ഉള്ളവനല്ല. ഞാനിത് പറയുമ്പോഴൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു ഭാഗം ഞാനൊന്ന് എടുത്ത് കാണിച്ചോട്ടെ. ഉൽപ്പത്തി പുസ്തകം എടുത്താട്ടെ. കായീനോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്കാണ് അത്. നമ്മൾ നോക്കിയേ, അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ ഭൂമിയില് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, അവിടെ 14-ാം വാക്യം. ഇതാ, നീ ഇന്ന് എന്നെ ആട്ടിക്കളയും, ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച ഭൂമിയിൽ ഉഴന്ന് അലയുന്നവനാകും. ഉഴന്ന് അലയുകയാണ്. എന്താ ഈ വാക്കിന്റെ അർത്ഥം? ഉഴഞ്ഞു നടക്കുന്നു, അലയുന്ന മനുഷ്യൻ. അവന് ഭൂമിയിൽ വീടില്ല, അവന് ലക്ഷ്യമില്ല, ഉഴന്ന് അലയുകയാണ്. അത് ദൈവമില്ലാത്തൊരു മനുഷ്യന്റെ അവസ്ഥയാണ്. എന്നാൽ ദൈവമുള്ള ഒരു പൈതല്, രക്ഷിക്കപ്പെട്ട ഒരു പൈതല്, പുതിയ നിയമ സഭയില് നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ നമുക്കൊരു ഹെവൻലി സ്റ്റാൻഡേർഡ് നൽകി. സ്വർഗതലങ്ങളിൽ നമ്മളെ ഇരുത്തി, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാക്കി. നമ്മൾ നോക്കിയിരിക്കുന്നത് ആ സ്വർഗമാണ്. നമ്മൾ അവിടെയാണ് പെർമനന്റ് ആയിട്ട് താമസിക്കാൻ പോകുന്നത്. അങ്ങനെ ആക്കി തീർത്തപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ പിൽഗ്രിംസ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് ആയി. വണ്ടർഫുൾ. എന്തൊരു സത്യമാണെന്ന് നോക്കിയേ. നമ്മളിവിടെ അന്യരാണ്, ഇവിടെ ഉള്ളവരല്ല. പിന്നെ നമ്മൾ പിൽഗ്രിംസ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീടുണ്ട്, അത് നോക്കി യാത്ര ചെയ്യുകയാണ്, നമ്മൾ അവിടെ ചെല്ലുകയാണ്. ഈ ശത്രുവാഴുന്ന ലോകത്തില് നമ്മളെ തകർത്ത് കളയാൻ ശത്രു ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഒരു ഹെവൻലി സ്റ്റാൻഡേർഡ് നമുക്കുണ്ട്. ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഒരു ഹെവൻലി സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്താണ് ഈ ഹെവൻലി സ്റ്റാൻഡേർഡ്? നമ്മൾ കണ്ടു, ന്യായപ്രമാണം പഴയ നിയമത്തിന് കൊടുത്തു. 1000 ആണ്ട് വാഴ്ചയിലും പുതിയൊരു പ്രമാണമുണ്ട്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ഒരു സ്വർഗീയമായ ഒരു സ്റ്റാൻഡേർഡ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദാറ്റ് ഈസ് മച്ച് ഹയർ ദാൻ എനി ക്യാരക്ടർ ഓഫ് എനി ഡിസ്പെൻസേഷൻ.
ഏത് യുഗത്തിൽ നോക്കിയാലും ഏത് നിബന്ധനകളെക്കാട്ടിൽ ഏറ്റവും ഉന്നതമായ ഒരു നിലവാരമാണ് ഈ പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. പഴയ നിയമം നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതാണ് പഴയ നിയമ സ്റ്റാൻഡേർഡ്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. പുതിയ നിയമത്തിലോ ഒന്ന് നോക്കിക്കാട്ടെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നോക്കിക്കാട്ടെ, അതിൽ നിന്ന് എത്രയോ ഉന്നതമാണെന്ന് നോക്കിക്കാട്ടെ. പഴയ നിയമത്തിൽ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് നൽകിയ, പുതിയ നിയമസഭയ്ക്ക് നൽകിയ ഹെവൻലി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 15 യോഹന്നാൻ 15:12, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. വണ്ടർഫുൾ. എൻ്റെ സഹോദരന്മാരെ, പഴയ നിയമത്തിൽ നാം നമ്മെ സ്നേഹിക്കുന്ന പോലെ അന്യരെ സ്നേഹിക്കണം. എന്നാൽ പുതിയ നിയമത്തിൽ തന്നിരിക്കുന്ന സ്വർഗീയ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിച്ച പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. ആ സ്നേഹം എന്താണ്? ത്യാഗപൂർണമായ സ്നേഹമാണ്. അഗാപ്പെ ലവാണ്. മറ്റുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുന്ന സ്നേഹമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം പോലെയാണോ പഴയ നിയമത്തിൽ പറഞ്ഞത്? പഴയ നിയമത്തിൽ പറഞ്ഞത് നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ദാറ്റ് ഈസ് സോ ഡിഫറെന്റ്. പുതിയ നിയമത്തിലെ സ്റ്റാൻഡേർഡ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ യോഹന്നാൻ 13:14 നോക്കിക്കാട്ടെ. 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, നിങ്ങളുടെ കർത്താവ് ഗുരുവായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങൾ തമ്മിൽ കാൽ കഴുകണം. നമ്മൾ അന്യോന്യം വിധിക്കാനല്ല, അന്യോന്യം ശിക്ഷിക്കാനല്ല. നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുമ്പോൾ അന്യോന്യം കാലുകൾ കഴുകണം. കർത്താവിൻ്റെ വാക്കുകളാണ്. ഒരു മനുഷ്യനിലൊരു കുറവ് കണ്ടാൽ ആ കാലുകൾ കഴുകുവാനായിട്ട് കുളിച്ചിരിക്കുന്നവർക്ക് കാല് കഴുകിയാൽ മതി. ഈ ലോകത്തിൽ നടക്കുമ്പോൾ എത്രയോ അഴുക്കുകൾ പറ്റും. കാരണം ദിസ് വേൾഡ് ഈസ് ഫുൾ ഓഫ് ഫിൽത്തിനെസ്. നമ്മൾ ഈ ലോകത്തിൽ നടക്കുമ്പോൾ അതൊക്കെ നമ്മുടെ കാലിൽ പറ്റും. അത് പറ്റാതെ നമ്മളെ തന്നെ സൂക്ഷിപ്പാൻ കടംപെട്ടവരാണ്. എന്നാൽ അത് പറ്റിയ അന്യോന്യം കഴുകുവാൻ നമ്മൾ കടംപെട്ടവരാണ്. ഞാൻ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കണം. യെസ്, എൻ്റെ സഹോദരന്മാരെ, ഞാനിവിടെ ഒരു കാര്യം ഓർപ്പിക്കാനാണ് പറഞ്ഞത്. ന്യായപ്രമാണം പഴയ നിയമത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. 1000 ആണ്ട് വാഴ്ചയുടെ ഭരണകാലത്തിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഇറ്റ് ഈസ് ഹയർ ദാൻ എനി സ്റ്റാൻഡേർഡ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ അതർ ഡിസ്പെൻസേഷൻ. മറ്റ് യുഗങ്ങളിൽ തന്നിരിക്കുന്ന ഏതൊരു സാഹചര്യത്തെക്കാട്ടിലും സ്റ്റാൻഡേർഡിനെക്കാട്ടിലും ഉന്നതമായ സ്റ്റാൻഡേർഡാണ് പുതിയ നിയമത്തിൽ നൽകിയിരിക്കുന്നത്. നമ്മൾ കണ്ടു, ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കണം. അന്യോന്യം കാലുകൾ കഴുകണം. വിഭിന്നമായ എങ്ങനെ സാധിക്കും? നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, എഫേസ്യർ 5:20 വായിക്കുന്നു, എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഇറ്റ്സ് നോട്ട് പോസിബിൾ. എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം. ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കണം. നമ്മൾ അന്യോന്യം കാലുകൾ കഴുകണം. ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരെണ്ണം ദൈവം നമ്മളോട് പറയില്ല. ഇവിടെയാണ് ഫിലിപ്പ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിച്ചതിനോട് ചേർന്ന് ആ വാക്യം കൂടി ഒന്ന് നോക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 പൗലോസ് പറയുന്നത് നോക്കിയാട്ടെ. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നോക്കിയാട്ടെ. ഇച്ഛിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. ആരാ പ്രവർത്തിക്കുന്നത്? ദൈവം പ്രവർത്തിക്കുന്നു. ദൈവം തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നു. It is God who desire and works in you. It is God which worketh energize in you both to will and to do his good pleasure. ദൈവമാണ് നമ്മളെ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മളൊരു ഭാഷാന്തരം. ഇറ്റ് ഈസ് ഗോഡ് വിച്ച് വർക്കത്ത് ഇൻ യു. അതർവൈസ് ഇറ്റ് ഈസ് ഗോഡ് ഹു എനർജൈസസ് യു. നിങ്ങൾക്ക് ശക്തി പകരുന്ന ദൈവമാണ്, നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്.
4-ാം അധ്യായം നോക്കിയ പൗലോസ് പറയുന്നത്, ഫിലിപ്പിലെ തന്നെ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നോക്കിയാട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. He is the one who strengtheneth me. എന്നോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ സ്വന്തം കഴിവിൽ അത് സാധ്യമല്ല. നിങ്ങൾ ആത്മാവിനാൽ നടത്തപ്പെട്ടാൽ, നമ്മൾ നേരത്തെ ചിന്തിച്ചു, അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ അർത്ഥം by means of the Spirit be walking, then you will not fulfill the lust of the flesh. ജഡത്തിന്റെ ചിന്തകൾക്ക് നിങ്ങൾ വിധേയപ്പെടത്തില്ല. നിങ്ങൾ വാക്ക് ബൈ ദ മീൻസ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിനാൽ ചെയ്യുവാൻ കഴിയാത്ത, നിങ്ങളാൽ അസാധ്യമായത് സാധിപ്പിച്ചു തരുവാൻ ദൈവം ആത്മാവിനെ അയച്ചു. അവൻ പരാക്ലീറ്റോസ് ആണ്, നമ്മളോട് ചേർന്ന് നിന്ന് ശക്തി പകർന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. പൗലോസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയായവനാണ്. It is a spirit who energizes me. It is a spirit who worketh in me. ദൈവമാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. അയ്യോ, ഇത് വിശ്വാസത്താൽ നമ്മൾ മനസ്സിലാക്കണം. 2, നമ്മൾ എന്തിന് ഈ ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യണം? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ we are facing an enemy. ആ എനിമി എന്ന് പറയുന്നത് സാധാരണ ഒരു എനിമി അല്ല. സാധാരണ ഒരു എനിമി അല്ല. ഈ എനിമി എന്ന് പറഞ്ഞാൽ ഹി ഈസ് എ സൂപ്പർ ക്രിയേഷൻ. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സൂപ്പർ ബീയിങ് എന്ന് പറഞ്ഞാൽ സാത്താനായിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കഴിഞ്ഞാൽ പിന്നീട് ശക്തൻ എന്ന് പറഞ്ഞാൽ സാത്താനാണ്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിൽ പോലും മീഖായേൽ എന്ന് പറഞ്ഞാൽ ഒരു ചീഫ് പ്രിൻസ് ആണ്, എന്ന് പറഞ്ഞാൽ പ്രധാന ദൂതനാണ് മീഖായേൽ പോലും അവനോട് വഴക്കുണ്ടാക്കുകയല്ല, അവനെ തർക്കിക്കുകയാണ്, അവനെ ദൈവത്തിന്റെ നാമത്തിൽ അവനെ ഇത് ചെയ്യുകയാണ്. നമുക്ക് വേണേ വാക്യം ഒന്ന് വായിക്കാം. എന്താ അതിന്റെ കാരണം? ബിക്കോസ് മീഖായേലിനറിയാം എതിർക്കുന്ന ശത്രുവിന്റെ ശക്തി. യൂദായുടെ ലേഖനം 9-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. അവിടെ വായിക്കുന്നു, എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. കാരണം മീഖായേലിനറിയാം അവനോട് എതിർത്ത് നിൽക്കുന്നത് ആരാണെന്ന്. പ്രധാന ദൂതനായ മീഖായേൽ പോലും ഇങ്ങനെ ഇടപെട്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളോട് എതിർക്കുന്ന ശത്രു എത്ര ശക്തിമാനാണ്. ഏതെല്ലാം വിധത്തിലാണ് ഒരു ദൈവവൈതലിനെ നശിപ്പിക്കുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലോകത്തിൽ മനുഷ്യനെ 2 ശക്തികളാണ് എനർജൈസ് ചെയ്യുന്നത്. ഫിലിപ്പിലെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ഫിലിപ്പിലെ ലേഖനത്തിൽ 2:13 ദൈവമാണ് ഒരു വിശ്വാസിയെ എനർജൈസ് ചെയ്യുന്നത്, അവനെ ശക്തിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ സാത്താൻ പവർ കൊടുക്കും. അപ്പോൾ എല്ലാ മനുഷ്യരും നോക്കിയാൽ ഐദർ ഈസ് എനർജൈസ്ഡ് ബൈ ഗോഡ് ഓർ ബൈ സേറ്റൻ. ഒന്നുകിൽ സാത്താൻ പവർ കൊടുക്കും, അല്ലെങ്കിൽ എനർജൈസ് ചെയ്യും, ദൈവം എനർജൈസ് ചെയ്യും. സാത്താന്റെ ശക്തി നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് പ്രത്യേകം പറയട്ടെ. അവന് ഈ ലോകത്തില് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന ചില വാക്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം നോക്കിക്കാട്ടെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം, അവിടെ അതിൻ്റെ 3-4 വാക്യം നോക്കി. 2 കൊരിന്ത്യർ 4:3-4. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറിഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. സൗരന്മാരെ, അവിശ്വാസികളുടെ ഹൃദയം ബ്ലൈൻഡ് ഫോൾഡഡ് എന്നല്ല, ബ്ലൈൻഡഡ് ആക്കി. കണ്ടോ? ബ്ലൈൻഡ് ഫോൾഡഡ് അല്ല. ഒരു അവിശ്വാസിയുടെ മനസ്സ് ബ്ലൈൻഡ് ഫോൾഡഡ് അല്ല, ബ്ലൈൻഡ് ആക്കി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ണു കാണാത്തൊരു മനുഷ്യനെ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല.
ബ്ലൈൻഡ് ഫോൾഡഡ് ആണെങ്കിൽ അത് അഴിച്ചു മാറ്റാം. എന്നാൽ ഇവിടെ പറയുന്നു ബ്ലൈൻഡഡ് എന്നാണ്. ലോകത്തിലോട്ടൊന്ന് കണ്ണോടിച്ചേ. എത്രയോ മനുഷ്യർ, നമ്മുടെ സുവിശേഷം എത്രയോ പറയുന്നു, എത്ര മനുഷ്യരോട് സുവിശേഷം പങ്കുവെക്കുന്നു, എത്രയോ ശബ്ദമെടുത്ത് നമ്മൾ പ്രസംഗിക്കുന്നു, എത്രയോ പ്രാർത്ഥിക്കുന്നു. എന്താണ് ഇവരുടെ മനസ്സ് തുറക്കാത്തത്? അവരുടെ മനസ്സിൽ ഈ സുവിശേഷം കയറാതെ സാത്താൻ ബ്ലൈൻഡഡ് ആക്കിയിരിക്കുകയാണ്. തീർന്നില്ല. അവിടെ 2 കൊരിന്ത്യർ 10-ാം അധ്യായം എടുത്തേ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം, 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 4-5 വാക്യം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ആകയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായി പിടിച്ചടക്കി. സൗരന്മാരെ, പൗലോസ് പറയുകയാണ്, തൻ്റെ പോരിന്റെ ആയുധം കോട്ടകളെ ഇടിച്ചു കളയുവാൻ ശക്തിയുള്ളതാണ്. എന്താ ഈ പറയുന്നത്? അവിശ്വാസിയുടെ ഇംഗ്ലീഷിൽ വായിച്ചാൽ സ്ട്രോങ് ഹോൾഡ്സ്, ഫോർട്രസ് എന്ന് എന്നെ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ ഫോർട്രസസ്, NKJVയിൽ സ്ട്രോങ് ഹോൾഡ് എന്നാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ മനസ്സിന്റെ ചുറ്റും കോട്ട കെട്ടി വെച്ചിരിക്കുക. നമ്മുടെ മുന്നിൽ വടക്കേന്ത്യയിലൊക്കെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ഇരിപ്പുണ്ട്. എത്രയോ പേരോട് സുവിശേഷം പറഞ്ഞു, എത്രയോ പേരുടെ കയ്യിൽ ഈ ട്രാക്റ്റുകളൊക്കെ കൊടുത്തു. എന്താണ് അവരുടെ മനസ്സിലോട്ട് ഇതൊന്നും കയറാത്തത്? അവരുടെ ഉള്ളിലോട്ട് കയറാതെ പൈശാചികൻ ചുറ്റും ഒരു കോട്ട കെട്ടി വെച്ചിട്ടുണ്ട്. അവരെ ബ്ലൈൻഡഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഈ സുവിശേഷ ഭാഗത്തോട്ട് കയറും? സഹോദരന്മാരെ, നമ്മുടെ ശക്തി കൊണ്ട് കഴിയില്ല. പൗലോസ് കൂടെ പറയുകയാണ്, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ, പരിശുദ്ധാത്മാവിന്റെ ശക്തി. പൗലോസ് കടന്നു ചെന്നു. കൊരിന്ത്യയിലും മറ്റും, എഫെസോസിലും കൊരിന്ത്യയിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കോട്ട കെട്ടിയിരുന്ന മനുഷ്യരുടെ മധ്യത്തിൽ ആ കോട്ടകളെ ഇടിക്കുന്നതായിരുന്നു പൗലോസിന്റെ ശുശ്രൂഷകൾ. ഇവന്റെ ശുശ്രൂഷകന്മാർ നോക്കിയേ, നമുക്കറിയാവുന്നത് 2 കൊരിന്ത്യർ 11, അതിൻ്റെ 2 കൊരിന്ത്യർ 11-ന്റെ 13 തൊട്ടുള്ള വാക്യം നോക്കി. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ. അത് ആശ്ചര്യമല്ല. അടുത്തത്, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കാൻ അതിശയമില്ല. ഇവിടെ സാത്താൻ വെളിച്ചദൂതന്റെ വേഷം, അവന്റെ ശുശ്രൂഷകൾ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം. സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ച്, സാമുദായിക പശ്ചാത്തലത്തിലുള്ളവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം, എന്ത് പ്രസംഗങ്ങളും എന്തെല്ലാം കാര്യങ്ങളുമാണ് പറയുന്നത്. നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന, സഹായിക്കണം, വീടില്ലാത്തവർക്ക് വീട് വേണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ആതുര ശുശ്രൂഷ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. പക്ഷേ അവർക്ക് ഒരു കാര്യമേ ഉള്ളൂ, ക്രൂശിൽ രക്തം ചൊരിഞ്ഞ കർത്താവിൽ മാത്രം വിശ്വാസത്താൽ രക്ഷ കിട്ടുമെന്നുള്ളത് മാത്രം മാറ്റിവെച്ചാൽ മതി. സാത്താന്റെ ആഗ്രഹം അതേ ഉള്ളൂ സാത്താന്റെ ആഗ്രഹം. സാത്താൻ അതാ ചെയ്യുന്നത്. അവന് ഈ വെളിച്ചദൂതന്റെ വേഷത്തിൽ വരും. കേട്ടാൽ ഓർക്കും, ഇവനയ്യോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് ഓർക്കും. അവിശ്വാസികളുടെ ഹൃദയം കോട്ട കെട്ടി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സുവിശേഷം അകത്ത് കയറാതെ ഇരിപ്പാൻ അവിശ്വാസികളെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അവൻ അവരോട് പറയുന്നത്, നമ്മൾ കണ്ടതുപോലെ അവന് വെളിച്ചത്തിന്റെ ശുശ്രൂഷകന്മാരാണെന്ന് തോന്നും. അവൻ നമ്മളൊന്ന് ആലോചിച്ച്, എന്തുമാത്രം വഞ്ചനയാണ് സാത്താൻ ചെയ്യുന്നത്. ഈ സാത്താന്റെ അവന്റെ ആകെ ലക്ഷ്യം എന്നാ? ഈ മനുഷ്യരെ മുഴുവൻ കൂട്ടിക്കൊണ്ട് നിത്യനരകത്തിൽ പോകണം. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കുക, ഈ പോരാട്ടത്തിന്റെ മധ്യത്തിൽ നമുക്ക് ഒരു വാക്യം വായിക്കാം. നമ്മൾ പരിശുദ്ധാത്മാവിൽ ഡിപ്പെൻഡ് ചെയ്യാനല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1 യോഹന്നാൻ
4-ാം അധ്യായം എന്ന് എടുത്താട്ടെ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, 4:4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു ആകുന്നു അവരെ ജയിച്ചു മരിക്കുന്നു. നിങ്ങളിലുള്ളവൻ, ഓ വണ്ടർഫുൾ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഓ, because greater is he that is in you than he that is in the world. ഈ ലോകത്തിലെ പ്രഭു ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. കോട്ടകൾ കെട്ടിയിട്ടുണ്ട്, അവിശ്വാസിയുടെ ഹൃദയം കുരുടാക്കിയിട്ടുണ്ട്, സുവിശേഷം അകത്ത് ചെല്ലാൻ അനുവദിക്കത്തില്ല, അവർ ബ്ലൈൻഡഡ് ആണ്. മാത്രമല്ല അവന് വെളിച്ചദൂതന്റെ വേഷം ധരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വന്ന് ഈ അവിശ്വാസികളെ കുരുടാക്കി അവരെ നിത്യനരകത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ദൈവമക്കൾക്ക് ഒരു ധൈര്യം പകരുന്നു. നിങ്ങളിലുണ്ടൊരുവൻ, അത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലുള്ളവനെക്കാട്ടിൽ വലിയവനാണ്. അവനാണ് നിങ്ങളെ സഹായിക്കുന്നത്. ആ ശക്തി നിങ്ങളെ എനർജൈസ് ചെയ്യും. നമുക്ക് എന്താ ആവശ്യം? ഈ ആത്മാവിന്റെ നിറവാണ്. നമുക്കെന്താണ് ആവശ്യം? ഈ ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. Submitting ourselves to this Holy Spirit, depending upon this Spirit, fullness of the Spirit. ആത്മാവിന്റെ നിറവ്, ആ നിറവിലുള്ള ദൈവവചന ശുശ്രൂഷകൾ ഈ കോട്ടകളെ ഇടിച്ചു കളയും. പൗലോസ് പറഞ്ഞ പോലെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 3-ാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ നോക്കാം. നമ്മൾ ഈ ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യണം. എന്താണ് കാരണം? നമുക്കറിയാം, we still possess that Adamic nature. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പഠിച്ചു. നമ്മുടെ കർത്താവിനെ കണ്ട് മുട്ടുന്നത് വരെ ആ പഴയ മനുഷ്യൻ നമ്മളിലുണ്ട്, ആദമിന്റെ നേച്ചർ നമ്മളിലുണ്ട്. പക്ഷേ എനിക്ക് ആശ്വാസം തരുന്നൊരു വാക്യമുണ്ട്. അതിൻ്റെ ആശയം ജീവിതത്തിൻ്റെ വഴികളിലെ മനസ്സിലാകുകയുള്ളൂ. റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ശരി, നീതീകരിക്കപ്പെടുക മാത്രമല്ല, അവൻ മുഖാന്തരം കൃപയിലേക്ക് പ്രവേശനവും കിട്ടി. എന്താണ് ഈ പറയുന്നത്? ഞാൻ എടുക്കാം, എസ്തേറിന്റെ പുസ്തകം എടുത്താട്ടെ. അവിടെ എനിക്ക് അതിൻ്റെ ആശയം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. എസ്തേറിന്റെ പുസ്തകം, ആ കാലത്ത്, എസ്തേറിന്റെ പുസ്തകത്തിലെ ആ കാലത്ത് രാജാക്കന്മാരുടെ ഭരണകാലത്ത് രാജാവ് വിളിക്കാതെ ഒരു മനുഷ്യൻ രാജാവിന്റെ മുന്നേ ചെല്ലുക, രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, രാജാവ് വിളിക്കാതെ ഒരു മനുഷ്യൻ മുന്നേ ചെല്ലുകയാണെങ്കിൽ അവിടെ വേറെ ആളുകളുണ്ട്, അന്നേരം അവനെ തൂക്കിയെടുത്തോണ്ട് പോയി കൊന്നുകളയും. ആർക്കും അങ്ങനെ പ്രവേശിപ്പാൻ കഴിയില്ല. അത്ര ശക്തനായ രാജാവ്. നാം ആരാധിക്കുന്ന ദൈവം അത്ര വിശുദ്ധനാണ്. എന്നാൽ നോക്കിയാട്ടെ, എസ്തേറിന്റെ ചരിത്രം നോക്കിയേ. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്നുകൊണ്ട് വായിക്കാം. 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്നു രാജഗൃഹത്തിന്റെ നേരെ നിന്നു. രാജാവ് രാജധാനിയിൽ രാജഗൃഹത്തിന്റെ വാതിലിന് നേരെ തന്നെ സിംഹാസനിരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ, അടുത്ത വാക്യം, അവന് അവളോട് കൃപ തോന്നി. തന്റെ കയ്യിലിരുന്ന പൊൻകോൽ രാജാവ് എസ്തേറിനെ നേരെ നീട്ടി. എസ്തേർ അടുത്തിയെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. 8-ാം വാക്യം, രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ നൽകുവാനും എൻ്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവ് തിരുവുള്ളം ഉണ്ടെങ്കിൽ. 4:11 ചേർത്ത് വായിക്കാം. യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്ത് പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കാതെ വണ്ണം രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലണമെന്നൊരു നിയമം ഉള്ള പ്രകാരം രാജാവിന്റെ സകല ഭൃത്യന്മാരും രാജാവിന്റെ സംസ്ഥാനങ്ങളിൽ ജനവും അറിയും. രാജാവ് ഒരു മനുഷ്യനെ വിളിക്കാതെ ഒരാൾ അടുത്ത് വരുമ്പോൾ രാജാവ് ചെങ്കോൽ അവന്റെ നേരെ നീട്ടാതിരുന്നാൽ ആ മനുഷ്യൻ മരിക്കണം, അവനെ കൊണ്ടുപോയി കൊന്നുകളയും.
എസ്തേറിനെ നിൽക്കുന്നത് കണ്ടു. നാം ഇവിടെ വായിക്കുന്നത് എന്താ? രാജാവിന് അവളോട് കൃപ തോന്നി. He found favor in his, she found favor in his sight. She found favor in his sight. രണ്ട്, അവൾ പറയുന്ന വാക്കുണ്ടോ? രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ. രാജാവ് എന്ത് ചെയ്തു? ആ ചെങ്കോൽ അവിടെ നേരെ നീട്ടി. എന്തൊരു ആശ്വാസമാണെന്ന് നോക്കിയേ. നാം റോമാലേഖനം 5:2 എന്താ വായിച്ചേ? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് ആ ചെങ്കോല് നമ്മുടെ നേരെ നീട്ടി, നമ്മളോട് കൃപ തോന്നി. അതാണ് റോമർ 5:2. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം പ്രവേശനം ലഭിച്ചു. ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടു, കൃപയിൽ ഞാൻ നിൽക്കുകയാണ്, എന്നെ കൃപയിൽ നിർത്തിയിരിക്കുകയാണ്. ഹീ ഈസ് ഇൻ ഫേവർ ഓഫ് മീ. എന്നെ അവന് തൽപരനാണ്. ആ ചെങ്കോലിന്റെ അറ്റം ഞാൻ തൊട്ടു. എന്റെ കർത്താവ് മൂലം എന്നോട് കാണിച്ച കരുണ. എന്തൊരു ആശയമാണെന്ന് നോക്കാട്ടെ. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ജഡമയനാണ്. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മയില്ല. പാപം എന്ന വാക്കിന്റെ ആശയം, സിൻ എന്ന വാക്കിന്റെ അർത്ഥം, സിൻ ഈസ് മിസ്സിംഗ് ദ മാർക്ക്. ലക്ഷ്യം തെറ്റിപ്പോവുക. മിസ്സിംഗ് ദ മാർക്ക്. വാട്ട് ഈസ് ദ മാർക്ക്? എന്താണ് ആ മാർക്ക് എന്ന് പറഞ്ഞാൽ? ഒരമ്പെയ്യുമ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് അമ്പെയ്യുകയാണ്. ആ അമ്പിയൊന്നും അവിടെ കൊണ്ടില്ല, മാറിപ്പോയാൽ അതിന് പറയുന്ന പേരാണ് സിന്ന്. എന്താണ് ഈ പാപം എന്ന് പറഞ്ഞാൽ? മിസ്സിംഗ് ദ മാർക്ക്. ദ മാർക്ക് ഈസ് laid down by the holy God. വിശുദ്ധനായ ദൈവമാണ് ആ മാർക്ക് അവിടെ വരച്ചത്. അത് മിസ് ചെയ്താൽ അതിന്റെ പേര് പാപമെന്നാണ്. നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു, വാട്ട് എ ഹോളി സ്റ്റാൻഡേർഡ്. സ്വർഗീയമായ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും അത് മിസ് ചെയ്തു പോവുകയാണ്. പക്ഷേ നമ്മളെ തെല്ലിക്കളയാത്തൊരു ദൈവം. നമ്മുടെ പ്രകൃതി പാപമാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ സിൻ എന്നുള്ള വാക്ക് ഏകവചനം സിന്ന്. സിൻ എന്നുള്ളത് റൂട്ടും സിൻസ് എന്ന് പറയുന്ന ഫ്രൂട്ടുമാണ്. നമ്മളിൽ ഉടലെടുക്കുന്നത് പാപങ്ങളാണ്. ആദം നേച്ചർ നമ്മളിലുണ്ട്. നമ്മളിൽ നിന്ന് ഈ പാപം പുറത്തു വരുന്നു. സഹോദരന്മാരെ, ദീർഘമായിട്ട് അത് പഠിക്കാം. നമ്മുടെ ജഡം അല്ലെങ്കിൽ പഴയ മനുഷ്യൻ, ആഡമിക് നേച്ചർ, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. എന്നാൽ ഞാനിവിടെ നിർത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. 3 കാരണങ്ങളാൽ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഒന്ന്, നമ്മൾ കണ്ടു ഒരു ഹെവൻലി സ്റ്റാൻഡേർഡ്. ലോകം തരുന്ന സ്റ്റാൻഡേർഡ് അല്ല. നമ്മളെ വേർതിരിച്ച് നമുക്കൊരു ഉന്നതമായ സ്ഥാനം നൽകി. ഹെവൻലി സ്റ്റാൻഡേർഡ്. പഴയ നിയമ സ്റ്റാൻഡേർഡ് അല്ല. 1000 ആണ്ട് വാഴ്ചയിലെ സ്റ്റാൻഡേർഡ് അല്ല. ഈ പുതിയ നിയമ കാലഘട്ടങ്ങളിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് നൽകി. ആ സ്റ്റാൻഡേർഡ് നമ്മൾ നിവർത്തിക്കണമെങ്കിൽ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യണം. 2, നമുക്കൊരു ശത്രുവുണ്ട്. ആ ശത്രുവിൻ്റെ പ്രവൃത്തി നമ്മൾ കണ്ടു. പക്ഷേ ദൈവം നമ്മളോട് പറഞ്ഞു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനെക്കാട്ടിൽ വലിയവനാണ്. ആ ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ബൈ മീൻസ് ഓഫ് ദ സ്പിരിറ്റ് വി ക്യാൻ ഓവർകം അവർ എനിമീസ്. 3, നമ്മളിലുള്ള ആഡമിക് നേച്ചർ, നമ്മളിലുള്ള പാപപ്രകൃതി. ആ പ്രകൃതി നമ്മളെ എപ്പോഴും തെറ്റിലേക്ക് നയിക്കുന്നതാണ്. നമ്മൾ ആ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് മിസ് ചെയ്യുന്നവരാണ്. അവിടെ നിന്ന് നമ്മളെ വിടുവിക്കുന്നത്, സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഞാനിവിടെ നിർത്തുന്നു. വി നീഡ് ടു വാക്ക് ബൈ മീൻസ് ഓഫ് ദ സ്പിരിറ്റ്. കരുണയുള്ള ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിലെ പഠനം തൽക്കാലം ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് സമൃദ്ധമായി ദൈവം ആഗ്രഹിക്കുന്ന ഉന്നത നിലവാരത്തിൽ ജീവിപ്പാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു.